നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് n denote the set of all natural numbers, z denote the set of all integers. എന്നിട്ട് രണ്ട് ഫംഗ്ഷൻസ് തന്നിരിക്കുകയാണ്, പിന്നെ അതിന്റെ രണ്ട് കോമ്പോസിഷൻസ് തന്നിട്ടുണ്ട്. 1 1 on 2 ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, കാരണം ഇത് സ്ഥിരം ജെഇമിന് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈവൻ NCERT എക്സാമ്പിൾ പ്രോബ്ലം ഒക്കെ NCERT ഇതേപോലെ ഇതിന്റെ ഇത്തിരി കൂടി സിമ്പിളർ വെർഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു വിഷമമില്ല ഇത് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഓരോരോ ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് നോക്കാം. 4 ഓപ്ഷൻസ് നോക്കിക്കോ. 4 ഓപ്ഷനുകൾ GOFനെ കുറിച്ചും FOGനെ കുറിച്ചും Gനെ കുറിച്ചും Fനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. 1 1 on 2 ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഫ്രം n to z ആണ്. ആൻഡ് എഫ് ഓഫ് എന്നിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് അവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, n+1/2 n ഓഡ് ആണെങ്കിൽ, ആൻഡ് അതേപോലെ തന്നെ 4 - n/2 ആണ് n ഈവൻ ആണെങ്കിൽ. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി ഇത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ മാപ്പിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. മാപ്പിംഗ് എങ്ങനെയാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതാ ഫസ്റ്റ് സെറ്റ് വരച്ചു, സെക്കൻഡ് സെറ്റ് വരച്ചു. ഇവിടെ എന്നിൽ നിന്ന് സെഡിലേക്കാണ് അതിൻ്റെ മാപ്പിംഗ് പോണത്. ആൻഡ് ദിസ് ഈസ് യുവർ ഫംഗ്ഷൻ എഫ്. ഈ എന്നിനെ തന്നെ നമ്മൾ എന്തായിട്ട് തിരിക്കുന്നു, രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. രണ്ടായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് 1 3 5 7 അങ്ങനെ പോകുന്നുണ്ട്. ഈവൻ നമ്പേഴ്സ് 2 4 6 8 അങ്ങനെ പോകുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ 1 എന്തിലേക്കാണ് പെയർ ചെയ്യുന്നത് നോക്കാം. അതായത് ഓഡ് നമ്പേഴ്സ് ഒക്കെ എന്തിലേക്കാണ് പെയർ ചെയ്യണേ. ഓഡ് നമ്പേഴ്സ് കൊടുത്താൽ 1 പെയർ ചെയ്യുന്നുണ്ടാവുക 1ലേക്കായിരിക്കും, 3 പെയർ ചെയ്യുന്നുണ്ടാവുക 2ലേക്കായിരിക്കും, 5 പെയർ ചെയ്യുന്നുണ്ടാവുക 3ലേക്കായിരിക്കും, 7 പെയർ ചെയ്യുന്നുണ്ടാവുക 4ലേക്കാണ്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. മുകളിലെ ആ സെറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന 1 2 3 4ലേക്ക് ഒരു ഇൻക്രീസിങ് ഫാഷനിൽ പെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്പേഴ്സിന് എന്താ സംഭവിക്കാൻ നോക്കാം. ഈവൻ നമ്പേഴ്സ് എന്താ ചെയ്യണേ, 2 കൊടുക്കുമ്പോൾ അത് 1ലേക്കാണ് പെയർ ചെയ്യുന്നുണ്ടാവുക, 4 കൊടുക്കുമ്പോൾ 0ലേക്ക്, 6 കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് -1ലേക്ക്, പിന്നെ അതിൻ്റെ വാല്യൂ അങ്ങനെ താഴത്തേക്ക് പോവാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പുറത്തെ എല്ലാ ഇൻറ്റീജേഴ്സും വരുന്നുണ്ട്, ഇപ്പുറത്തെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അത് ഓൺ ടു ആണ്, അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ ഓൺ ടു ആണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. പക്ഷെ 1 1 അല്ല. 1 1 അല്ലാത്തതിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ലേ. നമ്മൾ എഫ് ഓഫ് 1 വരുന്നത് 1ലേക്കാണ്, എഫ് ഓഫ് 2 വരുന്നത് എന്തിലാ വെച്ചാൽ 1ലേക്കാണ്. അപ്പോൾ ഇത് എന്തല്ല, 1 1 അല്ല. അപ്പോൾ ഓൺ ടു ആണ്, എന്തല്ല 1 1 അല്ല. 1 1 അല്ല, ഓൺ ടു ആണെന്നുള്ളത് കിട്ടി. വളരെ സിമ്പിൾ കാര്യം. ഇനി നമുക്ക് ജി എടുത്ത് അനലൈസ് ചെയ്യാം. ഇത് വളരെ ബ്യൂട്ടിഫുൾ പ്രോബ്ലം ആണ് കേട്ടോ. ജി എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ജി വന്നിരിക്കുന്നത് n to z ആണ്. ആൻഡ് ജിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. g of n is given to be 3 + 2n. 3 + 2n if n is greater than or equal to 0, and -2n if n is less than 0. റൈറ്റ്. ആൻഡ് ജി വന്നിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിനെ ജി പെയർ ചെയ്തിരിക്കണം n to z അല്ല, z to n ആണ് കേട്ടോ. സെഡിനെയാണ് രണ്ടായിട്ട് അവർ ഇതാക്കുന്നത്. ഇത് z ആണ്, ഇത് n ആണ്. ദിസ് ഈസ് യുവർ മാപ്പിംഗ് ജി. റൈറ്റ്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയത്, അതായത് 0 1 2 3 അങ്ങനത്തെ നമ്പേഴ്സ്, ലെസ് ദാൻ ആയിട്ടുള്ള -1 -2 -3 അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 0 എന്തിലേക്കാണ് പെയർ ചെയ്യണമെന്ന് നോക്കുക. 0 പെയർ ചെയ്യുന്നത് 3ലേക്കാണ്. ഓക്കെ. പിന്നെ 1 പെയർ ചെയ്യാൻ പോകുന്നത് 5ലേക്കാണ്. ഓക്കെ. 2 പെയർ ചെയ്യാൻ പോകുന്നത് 7ലേക്കാണ്. ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. ഇനി -1 എന്തിലേക്കാണ് പോണേ, -1 പെയർ ചെയ്യുന്നത് 2ലേക്കാണ്. അതേപോലെ തന്നെ -2 പെയർ ചെയ്യാൻ പോകുന്നത് 4ലേക്കാണ്. അതേപോലെ തന്നെ -3 പെയർ ചെയ്യാൻ പോകുന്നത് 6ലേക്കാണ്. ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് 1 1 ഫാഷനിലാണ് ഇതിൻ്റെ പെയറിങ് നടക്കുന്നത്. സോ ഇത് 1 1 ആണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ ഒരു കുറച്ച് ഓഡ് നമ്പേഴ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഈവൻ നമ്പേഴ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് വന്നിട്ടില്ല, 1 മിസ്സിങ് ആണ്. ഇപ്പം റേഞ്ച് എന്ന് പറഞ്ഞ സാധനം അവർ n - set 1 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. അപ്പോൾ ഇതെന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. കിട്ടി. യെസ്. അപ്പോൾ 1 1 ഫംഗ്ഷനാണ്, ഓൺ ടു അല്ല എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കിട്ടി. റൈറ്റ്. ഇതാണ് ഈ തന്നിരിക്കുന്ന 2 ഫംഗ്ഷൻസ്. കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ത് ചെയ്യണം, കോമ്പോസിഷൻ കണ്ടുപിടിക്കണം.
അപ്പോൾ കോമ്പോസിഷൻ നമുക്ക് ചെയ്യാം GOF. അപ്പോൾ G കോമ്പോസിഷൻ F എങ്ങനെയായിരിക്കും? എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിൻ്റെ കോഡൊമൈനിൽ എന്നിൽ നിന്ന് എന്നിലേക്ക്. ഓക്കെ, GOF എന്നിൽ നിന്ന് എന്നിലേക്കാണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എന്താ നോക്കടാ. നമുക്കറിയാം എഫ് ഇതാ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ഓൺ ടു ആണ്, 1 അല്ല. ഓക്കെ, അതുപോലെ ജി എന്ന് പറഞ്ഞ സാധനം 1 ആണ്, അതെന്തല്ല, ഓൺ ടു അല്ല. റൈറ്റ്, ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ഇഫ് GOF is 1 then F is definitely 1 F is 1 നമുക്ക് ഓൾറെഡി അറിയാം. അതായത് തിരിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് പറയുകയാണെങ്കിൽ, ഇഫ് F is not 1 then എന്താണ്? GOF is not 1 ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ടാണിത്. ഈ റിസൾട്ട് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാം. എന്ന് വെച്ചാൽ എന്താ കാരണം? GOF 1 ആണെങ്കിൽ F 1 ആണെന്ന് അറിയാം. അതേപോലെ F 1 അല്ലെങ്കിൽ GOF എന്തായിരിക്കില്ല? 1 ആയിരിക്കില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇവിടെ ഈ കേസിൽ നോക്കിക്കേ, F എന്തല്ല? 1 അല്ല. അതുകൊണ്ട് GOF എന്തല്ല? 1 അല്ല. ഇനി അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഇത്രയും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ ഐഡിയ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ F of 1 1 ആണ്, F of 2 1 ആണ്. അപ്പോൾ ഞാൻ GOF എടുത്തിട്ട് G of F of 1 എടുത്തു കഴിഞ്ഞാൽ അത് G of F of 1 ആണേ. അപ്പോൾ ദിസ് ഇസ് G of 1 ആണ്. G of 1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ വരാൻ പോണോ 5 ആണ്. എന്നാൽ GOFിലേക്ക് നമ്മൾ എന്തിനെ കടത്തി വിടുന്നു? 2നെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് G of F of 2 ആണ്. G of F of 2 എന്ന് പറഞ്ഞ സാധനം F of 2 1 ആണ്. ദിസ് ഈസ് G of 1 അഗെയിൻ 5. കണ്ടോ? അപ്പോൾ എഫിന് 1ലും 2ലും സെയിം ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, അത് മിനി 1 ആണ്. അതേപോലെ GOFിനും അതേ പ്രോപ്പർട്ടി വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. സോ GOF ഇസ് നോട്ട് 1 അത് തീരുമാനമായി. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ GOF is on to implies G is on to എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. GOF is on to, G on to എന്നറിയാം. അതേപോലെ തന്നെ G is not on to ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? GOF is not on to. ഓക്കെ, ആ ഏരിയ നമുക്കിവിടെ യൂസ് ചെയ്യാം. നേരെ യൂസ് ചെയ്താൽ മതി. ഇപ്പം G on to അല്ല, അതുകൊണ്ട് GOF is not on to. ഇത് നേരെ യൂസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ വളരെ എളുപ്പത്തിൽ പറയാം. G on to അല്ലല്ലോ, G is not on to. G not on to കാരണം എന്താ? G does not map to എന്താണ്? 1. G does not map to the number 1. G ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? 1ലേക്ക് മാപ്പ് ചെയ്യുന്നില്ല. ഇപ്പം G 1ലേക്ക് മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ GOFും എന്താണ്? does not map to 1. ഓക്കെ, അപ്പോൾ ഇതിന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം GOF is not on to. അപ്പോൾ ഇതിന് കാര്യം തീരുമാനം എന്താണ്? F on 2 ആണ്, 1 അല്ല. G 1 ആണ്, on 2 അല്ല. GOF എന്ന് പറഞ്ഞാൽ 1 അല്ല, on 2 അല്ല. GOF is neither 1 nor on 2. ഓക്കെ, അപ്പോൾ അത് നേരെ പ്രോപ്പർട്ടി ഉപയോഗിച്ചും പറയാം, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കുക വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തും പറയാം കേട്ടോ. 2 രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ FOGനെ കുറിച്ചാണ് പോകണം. അപ്പോൾ FOGയിലേക്ക് പോകുമ്പോൾ നമ്മൾ FOG again. FOG will be a function defined from domain of G to codomain of F. Z to Z ആയിരിക്കും ഫംഗ്ഷൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി FOG of N എന്ത് ചെയ്യാൻ പോവാം? എക്സ്പ്ലിസിറ്റ്ലി ഫംഗ്ഷണൽ ഡെഫിനിഷൻ എഴുതാൻ പോവാം. അതായത് FOG of N, F composition G of N is F of G of N. ഓക്കെ, ഇനി എഫിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കേ. എഫിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് n+1/2 ആണ്. സോ ദിസ് ബിക്കംസ് G of N plus 1/2 if G of N is odd. Okay, and this is going to be എന്താ പറയണത്? 4 minus n/2. അപ്പോൾ 4 minus G of N/2 ആണ് when G of N is even. ഓക്കെ,
ഇനി ജീൻ്റെ ഡെഫിനേഷൻ പോയിട്ട് ജി ഓഫ് എൻ എപ്പോഴാണ് ഓട് നോക്കാം. ജി ഓഫ് എൻ എപ്പോഴാണ് ഓടാവണത്? എൻ പോസിറ്റീവ് ആകുമ്പോഴാണ് ജി ഓഫ് എൻ ഓടാവുന്നത്. അപ്പോൾ ദിസ് മീൻസ് യുവർ ജി ഓഫ് എൻ വിൽ ബി, അതേത് എക്സ്പ്രഷൻ നോക്കിയാൽ മതി, 3+2n ആണ്. 3+2n ആണ് ജി ഓഫ് എന്നിൻ്റെ വാല്യൂ. ആൻഡ് ജി ഓഫ് എൻ ഓട് എന്ന് പറഞ്ഞാൽ എന്താണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ആൻഡ് ജി നോക്കുക, ജീൻ്റെ ജി എപ്പോഴും ഈവൻ ആവുന്നത് നെഗറ്റീവ് വാല്യൂസിലെ. അപ്പോൾ ജീൻ്റെ എക്സ്പ്രഷൻ -2n ആണ്. സോ 4 - -2n/2 ആണ്. ദിസ് ഇസ് വെൻ യുവർ n is less than 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എന്താ കിട്ടണമെന്ന് വെച്ചാൽ 2 + n is greater than or equal to 0. അത് again 2 + n whenever n is less than 0 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് n+2 ഫോർ ഓൾ n ബിലോങ്ങിങ് ടു z. അപ്പോൾ നമ്മൾ FOG ഓഫ് n കിട്ടിയത് നമുക്ക് n+2 വിച്ച് ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അത് 1 1 ആണ്, ഓൺ 2 ആണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ f എന്ത് തന്നു അവർ? ഓൺ 2 ആണ്, 1 1 അല്ല. ജി എന്ത് ചെയ്തു? 1 1 ആണ്, ഓൺ 2 അല്ല. അത് ഉപയോഗിച്ച് GOF 1 1 അല്ല, ഓൺ 2 അല്ല. അതേപോലെ തന്നെ നമുക്ക് FOG വന്നത് എന്താണ്? 1 1 ആണ്, ഓൺ 2 ആണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ അവരുണ്ടാക്കിയിരിക്കുകയാണ്. ഓപ്ഷൻസ് ഇനി ജസ്റ്റ് നോക്കാം. GOF is not 1 1, GOF is not on 2. അത് കറക്റ്റാണ്. നമ്മളിത് എവിടെ കണ്ടു? GOFനെ കുറിച്ച് വിശദമായിട്ട് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, GOF 1 1 അല്ല, അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നെയ്തർ 1 1 nor on 2. റൈറ്റ്. FOG is not 1 1 but FOG is on 2. അത് തെറ്റാ. FOG നമ്മൾ കണ്ടു, ബോത്ത് 1 1 and on 2 ആണ്. G is 1 1 and G is on 2. അത് തെറ്റാ. ജീനെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താ? ജീനെ കുറിച്ച് പറഞ്ഞ എന്താ വെച്ചാൽ 1 1 ആണ്, on 2 അല്ല. F is not 1 1 but F is on 2. അത് കറക്റ്റാ. F on 2 ആണ്. നമ്മുടെ ആൻസേഴ്സ് എയും ഡിയും ആണ്. ഓക്കെ, ഡൂവബിൾ ക്വസ്റ്റ്യൻ ആണ്. മേ ബി കുറച്ച് സമയം എടുത്തേക്കാം, പക്ഷെ എന്താണ്, ഇത് വർത്താണ് കേട്ടോ.